ആങ്സൈറ്റി, പ്രത്യേകിച്ച് രാഹുദശയിൽ രാഹു അപഹാരകാലമോ തുടങ്ങുന്ന സമയത്ത് രാഹുവിൻ്റെ അപഹാരകാലങ്ങളിലൊക്കെ മിക്കവാറും അനുഭവിക്കുന്ന എല്ലാ വിഷയങ്ങളും ഈ ആയില്യം നക്ഷത്രക്കാർക്ക് വരാൻ, ബ്രേക്കപ്പ് കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, ഇതൊക്കെ മാനസിക സമ്മർദ്ദങ്ങളും ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. ഇനി എങ്ങനെ ഇതിനെ ഓവർകം ചെയ്യാം എന്നുള്ളതാണ്. പ്രധാനമായിട്ടും ഉള്ള ക്ഷേത്രം എന്ന് പറയുന്നത് അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിൽക്കുന്ന സർപ്പസാന്നിധ്യത്തെ മൊത്തവും ആവാഹിച്ച് നിലനിർത്തിയിരിക്കുന്ന വായുലിംഗമായിരിക്കുന്ന, വായു സ്വരൂപനായിരിക്കുന്ന കാളഹസ്തീശ്വര ക്ഷേത്രം. അവിടെ നടക്കുന്ന പൂജകളും കാര്യങ്ങളിലൊക്കെ പങ്കെടുക്കുന്നത് ആയില്യം നക്ഷത്രക്കാർക്ക് വളരെ വിശേഷമാണ്. അതുപോലെ തന്നെ കുക്കി സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം കർണാടകയിലുള്ള കുക്കി സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രവും വളരെ വിശേഷമാണ്. അതുപോലെ തന്നെ നാസിക്കിലുള്ള ത്രയംബകേശ്വർ ക്ഷേത്രം ആയില്യം നക്ഷത്രക്കാർ പോകേണ്ട ക്ഷേത്രമാണ്. അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ ആയില്യം നക്ഷത്രമായിട്ട് പറയുന്ന മറ്റ് 2 ക്ഷേത്രങ്ങളെന്ന് പറയുന്നത് നന്ദൻകോവിൽ നിന്ന് തമിഴ്നാട്ടിൽ അറിയപ്പെടുന്ന ശ്രീ കർക്കിടേശ്വര ക്ഷേത്രമാണ് ഒന്ന്. രണ്ടാമത്തെ ക്ഷേത്രം എന്ന് പറയുന്നത് ശ്രീ മംഗളലക്ഷ്മി ആൻഡ് മംഗളരംഗനാഥ ടെമ്പിൾ. ഈ 2 സ്ഥലങ്ങളും നിങ്ങൾ ഇൻ്റർനെറ്റിലൊക്കെ അടിച്ചു കൊടുക്കുക, നിങ്ങൾക്ക് ആ സ്ഥലം കിട്ടും, നിങ്ങൾക്ക് പോകാൻ പറ്റുകയും ചെയ്യും. പിന്നെ അതുപോലെ തന്നെ കേരളത്തിലെ സർപ്പക്ഷേത്രങ്ങളിലും കാവുകളിൽ പരദേവതയായിട്ടിരിക്കുന്ന നാഗരാജാവിനെയൊക്കെ ആശ്രയിക്കുന്നത്, പ്രത്യേകിച്ച് ഈ നക്ഷത്ര ദേവതയെ ആശ്രയിച്ചാൽ ഒരുപാട് ഉയർച്ചകൾ ഉണ്ടാവുകയും ആയുസ്സിനും ആരോഗ്യത്തിനും ഈ നക്ഷത്ര ദേവതകൾ, അതുപോലെ തന്നെ നക്ഷത്രവൃക്ഷം നടുകയും അത് പൊന്നുപോലെ കാത്തു സംരക്ഷിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് വിഷയങ്ങൾ, ഒരുപാട് ദോഷങ്ങൾ അതിൽ നിന്ന് ഒഴിഞ്ഞു പോകുമെന്നൊക്കെയാണ് പറയുന്നത്. അത് നമ്മൾ ചെയ്യേണ്ടതെല്ലാം ചെയ്യണം, പക്ഷേ കാരണമില്ലാതുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്കൊക്കെ നക്ഷത്രവൃക്ഷം വെക്കുന്നതും പരിപാലിക്കുന്നതൊക്കെ നല്ലതാണ്. അത് പ്രകൃതിയോടെ ചെയ്യുന്നൊരു ഗുണവുമാണ്. ആ ചെയ്യുന്നത് കൊണ്ട് അതിൻ്റെ സൂക്ഷ്മപരമായിട്ടൊരു ബ്ലെസ്സിങ്സ് പ്രകൃതിയിൽ നിന്ന് കിട്ടുകയും ചെയ്യും എന്നുള്ളതും ഉറപ്പാണ്. അപ്പോൾ ഈ കർമ്മപൂർത്തീകരണത്തിനായിട്ടും സർപ്പപ്രീതി വരുത്തുക, നാഗരാജാവിൻ്റെ കവചം ജപിക്കുക, അതുപോലെ തന്നെ നാഗരാജ പ്രീതിക്കുള്ള കാര്യങ്ങൾ ചെയ്യുക, മഹാദേവനെ ആശ്രയിക്കുക, ഞാൻ ഈ പറഞ്ഞ ക്ഷേത്രങ്ങളിലെല്ലാം പോവുക. എല്ലാവിധ ഐശ്വര്യങ്ങളും ആയില്യം നക്ഷത്രക്കാർക്ക് നാഗരാജാവ് തരട്ടെ. വാസുകി ആയിരിക്കുന്ന നാഗരാജാവിനെ നമസ്കരിച്ചുകൊണ്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. നമസ്കാരം.